യുക്കബ്ബിലുൽ ഹസൻ ബിൻ അലി. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട മകൻ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുകയായിരുന്നു. ഹസൻ റളിയല്ലാഹു അൻഹു കൊച്ചുകുട്ടിയായിരുന്നു. പ്രവാചകന്റെ പേരക്കിടാവാണ് ഹസൻ റളിയല്ലാഹു അൻഹു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കൊച്ചുകുട്ടികളോട് വലിയ ഇഷ്ടമായിരുന്നു. കൊച്ചുകുട്ടികളെ കാണുമ്പോൾ പ്രവാചകൻ സലാം പറയുമായിരുന്നു. പ്രവാചകൻ കൊച്ചുകുട്ടികളോടൊപ്പം കളിക്കുമായിരുന്നു. അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളെ പ്രവാചകൻ മടിയിലെടുത്ത് താലോലിക്കുമായിരുന്നു. അങ്ങനെ വലിയ സ്നേഹവും വാത്സല്യവുമായിരുന്നു പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കുട്ടികളുണ്ട്. എത്രത്തോളം ചരിത്രത്തിൽ കാണാം. യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ പറഞ്ഞുവിടുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ശത്രുക്കളുടെ പാളയത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കൊച്ചുകുട്ടികളെ കൊല്ലരുത്, അവർ നിഷ്കളങ്കരാണ്. നിങ്ങൾ കൊച്ചുകുട്ടികളെ കൊല്ലരുത്, അവർ ശത്രുക്കളുടെ മക്കളായിരിക്കാം, പക്ഷേ അവർ നിഷ്കളങ്കരാണ്. അതുപോലെ നിങ്ങൾ സ്ത്രീകളെ വധിക്കരുത്, അവർ അബലകളാണ്. വൃദ്ധന്മാരെ നിങ്ങൾ കൊല്ലരുത്, അവർ ദുർബലരാണ്. ചർച്ചുകളും ആരാധനാലയങ്ങളും നിങ്ങൾ നശിപ്പിക്കരുത് എന്ന് പ്രവാചകൻ പറയുമായിരുന്നു. ഇവിടെ പ്രവാചകൻ യുദ്ധത്തിന് പോകുന്ന സഹാബത്തിന് കൊടുത്ത പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം, ഒരു ഉപദേശം, കൊച്ചുകുട്ടികളെ കൊല്ലരുത്, അവർ ശത്രുക്കളുടെ കുട്ടികളായാൽ പോലും എന്നാണ്. ഇന്ന് രാജ്യത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ എത്രയോ കൊച്ചുകുട്ടികളാണ് അറുംകൊല ചെയ്യപ്പെടുന്നത് എന്ന് നാം ഇത്തരണത്തിൽ ഓർക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹസൻ ബിൻ അലി റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കുമ്പോൾ ഇത് കണ്ടുകൊണ്ട് അക്ര ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന സഹാബി അത്ഭുതത്തോടുകൂടി ചോദിച്ചു, ഇന്നലി അശറത്തം ബിനൽ വലത്, എനിക്ക് 10 മക്കളുണ്ട്. മ കബ്ബിൽതു മിൻഹും അഹദ, ഇന്നേ വരെ ഞാൻ എൻ്റെ ഒരു കുട്ടിയെ പോലും ചുംബിച്ചിട്ടില്ല. നബിയെ, നിങ്ങൾ കൊച്ചുകുട്ടികളെ ചുംബിക്കുമോ എന്ന് അത്ഭുതത്തോടുകൂടി അക്ര ഇബ്നു ഹാബിസ് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മല്ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവർക്ക് കരുണ ചെയ്യപ്പെടുകയില്ല. നീ നിന്റെ കുട്ടികളോട് കരുണയോടുകൂടി പെരുമാറിയാൽ, സ്നേഹത്തോടുകൂടി വർത്തിച്ചാൽ, വാത്സല്യത്തോടുകൂടി പെരുമാറിയാൽ, നീ സ്നേഹമാഗ്രഹിക്കുന്ന, നീ കാരുണ്യം പ്രതീക്ഷിക്കുന്ന, അവരുടെ പരിചരണം പ്രതീക്ഷിക്കുന്ന കാലഘട്ടത്തിൽ അവർ നിന്നെ സ്നേഹിക്കും, അവർ നിന്നെ ബഹുമാനിക്കും, അവർ നിനക്കാവശ്യമായ പരിചരണങ്ങൾ നൽകും. അങ്ങോട്ട് സ്നേഹം കൊടുത്തില്ലെങ്കിൽ, അങ്ങോട്ട് കാരുണ്യം കൊടുത്തില്ലെങ്കിൽ തിരിച്ചത് കിട്ടുകയില്ല. വില കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല സ്നേഹം, ഒന്നല്ല കാരുണ്യം എന്ന് ബഹുമാനപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു.